നമുക്ക് വായിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 10-11 വാക്യങ്ങൾ. അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധനെയും മരിച്ചോടിടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ചും ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നെണ്ണുന്നു. ആമേൻ. Reading from Philippians chapter 3 verse 10-11. I want to know Christ and the power of his resurrection and the fellowship of sharing in his sufferings, becoming like him in his death, and so somehow to attain to the resurrection from the dead. ആമേൻ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നതായ വചനം എന്ത് എന്ന് ചോദിച്ചാൽ, ആമേൻ, ഇത് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ ആഴമേറിയ ആഗ്രഹം എന്താണ് എന്നുള്ളതായ വിഷയത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. I desire to speak to you this morning in the topic of the deep desire of a real Christian. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും നമ്മെ സംബോധന ചെയ്യുന്നത്, നമ്മൾ അറിയപ്പെടുന്നത് ക്രിസ്ത്യാനികൾ എന്നുള്ളതായ നിലയിലാണ്. Now most address us and we are known as Christians. എന്നാൽ നമുക്ക് നമ്മിൽ തന്നെ പലപ്പോഴും മനസ്സിലാക്കുവാൻ കഴിയാത്തതായ പല സത്യങ്ങളുണ്ട് എന്നുള്ളതായ കാര്യം ഞാൻ ഓർപ്പിക്കുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. And I want to remind you that there are often truths that we ourselves don't realize. ഞാൻ ഇങ്ങനെ ഒരു കഥ കേൾക്കുവാൻ തക്കണമിടയായി. Here is a story I heard. ഒരു ദരിദ്രനായിരിക്കുന്നതായ കൃഷിക്കാരൻ ഉഴുതുമറിക്കുകയായിരുന്നു. There was a poor farmer who was toiling. അപ്പോൾ ഈ ഉഴുന്നതിനിടയ്ക്ക് താൻ ഒരു പ്രത്യേക തരത്തിലുള്ളതായ ഒരു കല്ല് കാണുവാൻ തക്കണമിടയായി. And as he was toiling, he found this specific stone. അപ്പോൾ ഈ കല്ല് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെതായ ഉഴുന്നതിന് ശല്യമാണല്ലോ എന്ന് വിചാരിച്ച് താൻ എടുത്ത് മാറ്റി അത് കരയിലേക്ക് ഇട്ടു. So because he found it to be a trial, he took that stone and threw it away. വീണ്ടും തൻ്റെതായ ജോലി തുടർന്നുകൊണ്ടേയിരുന്നു. And he continued his toil. എന്നാൽ വൈകുന്നേരമായപ്പോൾ പിന്നെയും തൻ്റെതായ ആ കണ്ണ് ആ കല്ലിലേക്ക് ഉടക്കുവാൻ തക്കവണ്ണമിടയായി. And that evening later, his eyes fell on that stone again. അപ്പോൾ താൻ പോകുന്നതായ വഴിക്ക്, വീട്ടിലേക്ക് പോകുന്നതായ വഴിക്ക്, ഇതൊരു സാമാന്യം തിരക്കില്ലാത്ത ഒരു കല്ലാണ്, ഇത് എനിക്ക് വീട്ടിൽ കൊണ്ട് എന്നിട്ട് ചിലപ്പോൾ കായ്കറികളെ ഉടച്ച് പൊട്ടിക്കുവാൻ തക്കവണ്ണം ഇത് ഉതകും. And so he thought it's a peculiar stone, maybe I will take it, it may be useful to break things. അല്ലെങ്കിൽ എൻ്റെതായ പിച്ചാത്തി ഒന്ന് ഷാർപ്പൺ ചെയ്യുവാൻ തക്കവണ്ണം അതൊന്ന് ഉരച്ച് മിനുക്കപ്പെടുത്തുവാൻ തക്കവണ്ണം കഴിയുമെന്നുള്ളതായ നിലയിൽ താൻ വീട്ടിലേക്ക് കൊണ്ടുപോയി. Or perhaps to sharpen his tools, a knife, he took it home. അങ്ങനെ താൻ അത് വീട്ടിലേക്ക് കൊണ്ട് എന്നിട്ട് അത് വീട്ടിൻ്റെതായ ഒരു മൂലയ്ക്കിട്ടു. And he put it in a corner in his house. ഓർക്കണം, ഇദ്ദേഹം ഒരു ദരിദ്രനാണ്. To remind you, he is a poor man. ചില വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരു സ്വർണ്ണ വ്യാപാരി, വജ്ര വ്യാപാരി ആ വഴിക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരുവാൻ എങ്ങനെയോ കാരണമായി കഥയാണ്. And years later, a gold merchant was walking by, came to his house. ആമേൻ. അങ്ങനെ താൻ കണ്ടതായ ആ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ പെട്ടെന്ന് ആ രത്ന വ്യാപാരിക്ക് ഈ കല്ലിലേക്ക് തൻ്റെ കണ്ണും ഉടക്കുവാൻ തക്കവണ്ണം ഇടയായി. At that instant, this merchant's eye fell on the stone. അദ്ദേഹം പറഞ്ഞതായ ഒരു കാര്യം ഇങ്ങനെയാണ്, പ്രിയ സ്നേഹിത, ഇത് വെറും ഒരു കല്ലല്ല, ഇത് വളരെ വളരെ വിലയേറിയ വജ്രക്കല്ലാണ് ഈ നിങ്ങളുടെ മൂലയിൽ കിടക്കുന്നത്. And this merchant told this farmer, this stone that's lying there is a very precious one. അത് കേട്ട മാത്രയിൽ അദ്ദേഹം, ഈ കർഷകനാണെങ്കിൽ വളരെ നിശബ്ദനായി പോയി. At that moment, this farmer became silent. ഞാൻ എത്രയോ വർഷം ഈ കുടിൽ കഴിയുകയാണ്, പക്ഷേ എൻ്റെ കയ്യിലുള്ളതായ ഈ കല്ലിൻ്റെതായ വില എന്തെന്ന് എനിക്കറിയാൻ പറ്റിയില്ലല്ലോ എന്നായിരുന്നു തൻ്റെ നിശബ്ദതയ്ക്ക് കാരണം. He became silent, and as he thought about it, despite my poor state, I didn't realize there's something precious in me. ഇതുപോലെയാണ് പലപ്പോഴും ക്രിസ്ത്യാനികളായിരിക്കുന്നതായ ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. And this is how Christians like you and me are living in this world. എന്നിലും നിങ്ങളിലും ദൈവം തന്നിരിക്കുന്നതായ സമ്പത്ത് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം തുനിയുന്നില്ല, അല്ലെങ്കിൽ അതിന് വേണ്ടുന്നതായ വില കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെതായ ശരി. We often do not recognize or pay attention to the treasure that God has put in us.
ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ആരാധനയ്ക്ക് കടന്നു വരുന്നുണ്ട്, ബൈബിൾ കൊണ്ടുവരുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുവാൻ പറയുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും വേണ്ടുന്നതായ നിലയിൽ നമ്മുടെ ആ വില നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നില്ല. We bring the Bible, we sing, we worship, but we do not know the real value of what we're doing. ഇന്ന് വായിച്ചതായ വേദഭാഗത്തോടുള്ള ബന്ധത്തിൽ, അതിനോടുള്ളതായ ബന്ധത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. And from the words that we read earlier, I want to remind you a few things. ആമേൻ. ഇവിടെ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, ഹല്ലേലൂയ, അദ്ദേഹത്തിൻ്റെതായ ജീവിതത്തിൻ്റെതായ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, തൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വ്യക്തിപരമായി ദൈവത്തെ അറിയാനുള്ള ഒരു ആഗ്രഹം. The first thing is that you see here is his deep desire to know God personally. ആമേൻ. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഇംഗ്ലീഷും മലയാളം കൂടെ യോജിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ വാസ്തവത്തിൽ ആമേൻ പ്രത്യേകിച്ച് ഇംഗ്ലീഷിൻ്റെതായ സീക്വൻസ് ആണ് പോയിന്റ് എടുക്കുവാൻ തക്കവണ്ണം ഞാൻ എടുത്തിരിക്കുന്നതായ സീക്വൻസ്. അതുകൊണ്ട് മലയാളത്തിൽ ചിന്തിക്കുമ്പോൾ അല്പം വ്യത്യാസം കണ്ടേക്കാം. And as we read from this verse, I base it upon the English version, and we compare both the languages. ആമേൻ. അവിടെ നമ്മൾ ആദ്യമായിട്ട് ഇംഗ്ലീഷിൽ പറയുന്നത് I want to know Christ. എനിക്ക് എൻ്റെ കർത്താവിനെ അറിയണം. And the English version, the verse begins with this, I want to know Christ. ആമേൻ. ക്രിസ്തുവിനെ വ്യക്തിപരമായി അറിയാനുള്ളതായ ആഴമായ ആഗ്രഹത്തോടുകൂടെ മുന്നോട്ട് പോകുന്നതായ ഒരു അപ്പോസ്തലനായ പൗലോസ്. And here is Paul, who has this deep desire to personally know him. ഇത് വാസ്തവമായി ഒരു ഉപരിപ്ലവമായ ഒരു ആഗ്രഹമല്ല. Now this is not a revolutionary idea. ആമേൻ. ആമേൻ. ഇത് ഒരു ഉപരിപ്ലവമായ, അതായത് സൂപ്പർഫിഷ്യൽ നോളജ് എന്നുള്ളതായ നിലയിലല്ല, ഹല്ലേലൂയ, ആഴത്തിലേക്ക് പോകുന്നതായ ഒരു അറിവ്. And this is not a superficial desire, but one that goes deep down. ആമേൻ. ക്രിസ്തുവിനെ വ്യക്തിപരമായി അറിയുവാൻ എന്ന അർത്ഥം എന്താ? വാക്കിന്റെ അർത്ഥം, ഹല്ലേലൂയ, നമ്മുടെ ആചാരങ്ങൾക്ക്, നമ്മുടെ റിച്വൽസിന്, നമ്മുടെ പ്രാക്ടീസിന് അപ്പുറത്ത് എൻ്റെ കർത്താവിനെ, നമ്മുടെ കർത്താവിനെ വ്യക്തിപരമായി അറിയുവാനായിട്ടുള്ളതായ ഒരു ആഗ്രഹം. And this is a desire that does not stay as a ritual or a practice, but goes deep down. എന്ന് പറഞ്ഞാൽ വായനയിലൂടെ, നമ്മുടേതായ അറിവിലൂടെ ലഭിച്ചിരിക്കുന്നതായ അറിവ് നമുക്കുണ്ട്. We have knowledge gained from reading. എന്നാൽ അതിനപ്പുറമായി ദൈവത്തോട് അടുക്കുന്ന, ക്രിസ്തുവിനോട് അടുക്കുന്ന, കർത്താവിനോട് ഒപ്പം ചേരുന്ന ഒരു വലിയ അറിവാണ് ഇവിടെ നമുക്ക് കാണാൻ തക്കവിടം കഴിയുന്നത്. But here is a greater knowledge that brings us closer to Christ. അപ്പോൾ ഈ അറിവ് എന്ന് പറയപ്പെടുന്നത് നമുക്ക് ഹല്ലേലൂയ വായനയിലൂടെ ലഭിക്കുന്നതായ അറിവല്ല. ഇത് ദൈവത്തോടുള്ള അടുപ്പമായിട്ട് ദൈവവചനം ധ്യാനിക്കുന്നതിലൂടെ, ദൈവവചനത്തിന്റെ സന്നിധിയിൽ നമ്മുടെ സമയം ചെലവഴിക്കുന്നതിലൂടെ ലഭിക്കുന്ന അറിവാണ്. Now here is this knowledge that does not come from reading, but from meditating and from that intimacy with God. എന്ന് പറഞ്ഞാൽ, വേറെ തരത്തിൽ പറഞ്ഞാൽ, ക്രിസ്തുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ അവനോടൊപ്പം നടക്കുക എന്നാണ്. Which means to know Christ is to walk with him. ക്രിസ്തുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ അവന്റെ ശബ്ദം ദിനം ദിനം കേൾക്കുക എന്നുള്ളതാണ്. To know him is to hear his words every day. അവൻ ഓരോ ദിവസവും നമ്മുടെ ദൈനംദിന ചുവടുകളിൽ അവൻ്റെതായ ശബ്ദം കേട്ടുകൊണ്ട് ദൈവമായ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് നടക്കുക എന്നുള്ളതാണ് ക്രിസ്തുവിനെ അറിയുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. To know him is to hear his voice and obey it every day. ആമേൻ. ഹല്ലേലൂയ. ഈ അറിവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെ തന്നെ ഈ അറിവ് മാറ്റിമറിയും. When this knowledge comes within, it changes our desires. ഈ അറിവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്നതായ സന്തോഷങ്ങളിലല്ല, ഈ ഉപരിപ്ലവമായ അത് കാര്യങ്ങളല്ല, സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ളതായ കാര്യങ്ങളല്ല നാം സന്തോഷിക്കുന്നത്. ക്രിസ്തുവിനോടുള്ള അടുപ്പത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ അടുക്കുന്തോറും സന്തോഷത്തിൽ വർധനവ് കാണുവാൻ കഴിയും. When this knowledge comes in, we will not be happy with the superficial things, but we will take pleasure in what God wants
wants us to do. ആമേൻ. അപ്പോൾ കർത്താവിനെ അറിയുക എന്ന് പറഞ്ഞാൽ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഹല്ലേലൂയ, എൻ്റെ കർത്താവിനെ അറിയുമ്പോൾ എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ നോട്ടങ്ങൾ, എൻ്റെ ലക്ഷ്യങ്ങൾ എല്ലാം മാറിയിട്ട് ദൈവത്തിന് എന്താണ് ആഗ്രഹമുള്ളതോ അതിനനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തെ പാകപ്പെടുത്തുമെന്നുള്ളതാണ്. And this knowledge is one that changes our perspectives and we align to God's will. ഹല്ലേലൂയ. അതിനനുസരിച്ച് നാം അവനെ കൂടുതൽ അറിയും തോറും ഹല്ലേലൂയ പിന്നെയും പിന്നെയും നമ്മുടെ ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ടുള്ളത് വ്യഗ്രത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. And we will have this intimate desire to know him better. ആമേൻ. ഹല്ലേലൂയ. അതാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എനിക്ക് എൻ്റെ കർത്താവിനെ അറിയണം. That is what Paul says, I want to know my Christ. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ക്രിസ്ത്യാനി ജീവിതത്തിൽ നമുക്ക് നോക്കിയാൽ, ക്രിസ്ത്യാനിത്വത്തിൽ നോക്കിയ പലർക്കും യേശുവിനെ കുറിച്ച് അറിയാം. If you look at Christianity, everyone knows Christ. ആമേൻ. ഇതല്ല നമുക്ക് വായനയിലൂടെ ഹല്ലേലൂയ അല്ലെങ്കിൽ വേദപുസ്തക ജ്ഞാനത്തിലൂടെ ലഭിച്ചതാണ്. അവൻ യേശുവിനെ കുറിച്ചറിയുന്നതിനേക്കാൾ യേശുവിനെ ഈ ദിവസങ്ങളിൽ വ്യക്തിപരമായി അറിയുവാൻ തക്കവണ്ണമുള്ള ഒരു വലിയ വാഞ്ച നമുക്കുണ്ടാകണം. We should have this desire not just know about him but know him personally. രണ്ടാമത്തതായി വിഷയം എന്തെന്ന് ചോദിച്ചാൽ, a thirst for resurrection power, പുനരുത്ഥാന ശക്തിക്കായിട്ടുള്ളതായ ദാഹമാണ്. The second is that we must have a thirst for the resurrected power. ആമേൻ. നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പുനരുത്ഥാന ശക്തിയെ കുറിച്ച് നമുക്കറിയാം. We know about the resurrected power that rose Christ from among the dead. റോമ ഗവൺമെന്റിനാൽ മുദ്രയിടപ്പെട്ടതായ കല്ലറയെ ഭേദിച്ചുകൊണ്ട് അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ആമേൻ ആ തിരുവെഴുത്തുകളിൻ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കുറിച്ച് വേദപുസ്തകം നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. Bible introduces us to this power that rose him from dead and he broke the Roman government seal and he came out. ആമേൻ. ആ ജ്ഞാനത്തെ കുറിച്ച് അല്ലെങ്കിൽ ആ അറിവ് അപ്പോസ്തലനായ പൗലോസിന് നന്നായിട്ടുണ്ട്. And this Paul has this knowledge. ആമേൻ. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നതായ ഈ പുനരുത്ഥാന ശക്തി എന്ന് പറയപ്പെടുന്നത് കർത്താവിനെ ഉയർത്തിയതായ ശക്തി മാത്രമല്ല, തൻ്റെ ജീവിതത്തിൽ പുനരുത്ഥാനം നൽകുന്നതായ ശക്തിയെ കുറിച്ചാണ് ഇദ്ദേഹം ഇവിടെ വിവക്ഷിക്കുന്നത്. And what Paul is talking about, not just the resurrected power that rose Christ, but the resurrected power that dwells in him. ആമേൻ. പുനരുത്ഥാന ശക്തി ആമേൻ അതായി മരിച്ച അല്ലെങ്കിൽ ശവക്കല്ലറയിൽ അതായി അടക്കപ്പെട്ടതായ ക്രിസ്തുവിലേക്ക് വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ആ ശരീരത്തിന് മാറ്റം വന്നിട്ട് രൂപാന്തരം പ്രാപിച്ചതുപോലെ ഇന്ന് ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഹല്ലേലൂയ ഈ പുനരുത്ഥാന ശക്തി എന്നിലേക്ക് വന്നാൽ, നിങ്ങളിലേക്ക് വന്നാൽ വേണ്ടുന്നതായ രൂപാന്തരം കർത്താവ് തന്നുകൊണ്ടേയിരിക്കും. Just as this resurrected power rose Christ from the dead, the same power can reside in you and me and can transform us. അപ്പോൾ ഈ ശക്തി എന്ന് പറയപ്പെടുന്നത് 2000 പരം വർഷങ്ങൾക്ക് മുമ്പ് ഹല്ലേലൂയ റോമ ഗവൺമെന്റിന്റെ മുദ്ര പൊട്ടിച്ചതായ അതേ ശക്തി ഇന്നും സജീവമായി എന്നിലും നിങ്ങളിലും വ്യാപരിക്കത്തക്ക വിധത്തിൽ ദൈവത്തിന് അതിനെ വ്യാപരിപ്പിക്കുവാൻ തക്കവണ്ണം കഴിയും. അതാണ് ഇവിടെ പൗലോസ് ആഴമായി ആഗ്രഹിക്കുന്നത്. The same power that broke the Roman seal can move in us, and that is what Paul is referring to. ഈ ശക്തി എന്നിലേക്ക് കടന്നു വന്നു കഴിയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നവ ചൈതന്യം നൽകുവാൻ തക്കവണ്ണം കഴിയും. If this power resides in us, it will renew us. ആമേൻ. ഈ ശക്തി എന്നിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ പാപ സ്വഭാവത്തിന് മാറ്റം വരുത്തുവാൻ തക്കവണ്ണം കഴിയും. If this power comes in us, it will change our sinful attitude. ആമേൻ. ദൈവജനമേ, നാം എല്ലാവരും ഹല്ലേലൂയ ക്ലെയിം ചെയ്യുന്നത് നാം രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്, ദൈവകൃപയിൽ നിൽക്കുന്നവരാണ് എന്നത് തന്നെയാണ്. We all claim that we are saved and baptized and standing in salvation. എന്നാൽ പലപ്പോഴും ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നതായ നിലയിൽ പ്രവർത്തിക്കുവാൻ കഴിയാതെ പാപത്തിൻ്റെതായ പടുകുഴിയിലേക്ക് ഞാനും നിങ്ങളും ഞാനറിയാതെ നിങ്ങളറിയാതെ വഴുതി വീഴിപ്പിക്കുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. But we live in a world that is constantly dragging us into this dreadful sinful pit. ആമേൻ. എന്നാൽ ഇന്ന് പൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ,
ഈ പുനരുത്ഥാനത്തിൻ്റെതായ ശക്തി എന്നിലും നിങ്ങളിലും വ്യാപരിച്ചാൽ ഈ ശക്തി ഹല്ലേലൂയ കർത്താവില് അതായത് അത് പ്രവർത്തിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും അത് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. The same power, the resurrected power, just as it worked in Christ, it can work in you and me. ഈ പവർ നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ പാപത്തെ അതിജീവിക്കുവാനുള്ളതായ ശക്തി നമ്മുടെ ജീവിതത്തിൽ നൽകും. If this power comes with us, it will give us victory over the sin. ഈ ശക്തി എന്നിലേക്ക് നിങ്ങളിലേക്ക് വന്നാൽ ഹല്ലേലൂയ ഭയത്തിൽ നിന്ന് നമ്മെ കർത്താവ് വിടുവിക്കും. This power can deliver us from fear. ഈ ശക്തി എന്നിലേക്ക് കടന്നു വന്നാൽ ഹല്ലേലൂയ പരാജയത്തിൽ നിന്ന് ഹല്ലേലൂയ വിജയത്തിലേക്ക് നയിക്കുന്നതായ ശക്തിയാണ്. This power can lead us from failure into success. എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ധൈര്യമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ഈ ഉയർപ്പിൻ്റെതായ ശക്തിക്ക് കഴിയും. This power can lead us into a victorious life. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവമായ കർത്താവ് ഹല്ലേലൂയ ഈ ശക്തി എന്നിലും നിങ്ങളിലും പകരുവാൻ തക്കവണ്ണം കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. Our God desires to send this power upon each one of us. അപ്പോസ്തലനായ പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. Here is what Paul says. എഫേസ്യ ലേഖനം 1-ാം 19-ായ ആ വാക്യം 19-20 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയും. Ephesians chapter 1 verse 19 and 20, this is what it says. ആ പത്തൊമ്പത് 20 And is incomparably great power for us who believe that power is like the working of his mighty strength, which he exerted in Christ when he raised him from the dead and seated him at his right hand in heavenly realms. അപ്പോൾ അവിടെ വായിക്കുന്നത് അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്നാണ്. And we're reading about this incomparable great power. അപ്പോൾ ഈ വലിപ്പം ഈ ശക്തിയുടേതായ വലിപ്പം അളവ് നമുക്ക് നിശ്ചയപ്പെടുത്തുവാൻ തക്കവണ്ണം കഴിയില്ല. We are unable to ascertain the size of the strength. അത് ക്രിസ്തുവിൽ വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അടക്കപ്പെട്ടതായ കല്ലറ, മുദ്ര ചെയ്യപ്പെട്ടതായ കല്ലറ തുറന്നു. ഹല്ലേലൂയ നിർജീവമായ ശരീരത്തെ ജീവനുള്ളതാക്കി അത് ഉയർത്തെഴുന്നേൽക്കുവാൻ തക്ക This power, when it was sent to the Christ, his dead body became alive and the Roman seals and the tomb was broken. ഇന്നെന്നെ കേൾക്കുന്ന ദൈവമേ, വിശ്വസിക്കുന്ന എന്നിലും നിങ്ങളിലും ദൈവം ഉദ്ദേശിക്കുന്ന തരത്തിലുള്ളതായ ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ നാം വേദപുസ്തകം കൊണ്ട് നടന്നത് കൊണ്ട് കാര്യമില്ല, ആരാധനയ്ക്ക് വന്നിട്ട് കാര്യമില്ല. ആരാധനയ്ക്ക് വരണം, വേദപുസ്തകം കൊണ്ടുവരണം. എന്നാൽ അതിലുപരിയായി എന്റെ കർത്താവുമായിട്ടുള്ള ഒരു അടുത്ത ബന്ധമുണ്ടായിരിക്കണം. It is not sufficient that we walk around with the Bible, we come to the church, but we need to have a deep relationship with God. അടുത്തതായിട്ട് നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണമുള്ളതായ അടുത്ത പോയിന്റ്, embracing the fellowship of his suffering. അത് അവന്റെ കട്ട അനുഭവങ്ങളുടെ കൂട്ടായ്മ അറിയുക എന്നുള്ളത്. The third is to know and embrace the fellowship of his suffering. ആമേൻ. അപ്പോൾ യഥാർത്ഥമായ ശിഷ്യത്വം എന്ന് പറയുന്നത് വെറും മഹത്വം പങ്കിടുന്നത് മാത്രമല്ല എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. What Paul is saying is a true discipleship is not just sharing in the glory. അപ്പോൾ യേശുവിനോടൊപ്പമുള്ളതായ കട്ടപ്പാടുകൾ എന്ന് പറയപ്പെടുന്നത് ഹല്ലേലൂയ ഇവിടെ പറയപ്പെടുന്നതായ കട്ടപ്പാട് ശിക്ഷയല്ല, ദൈവത്തിൻ്റെതായ ആ വ്യക്തിത്വത്തോടുള്ളതായ നമ്മുടെ പങ്കാളിത്തമാണ് ഇവിടെ പറയപ്പെടുന്നത്. And so here what is referring to is not a punishment, but it is to sharing in that fellowship of suffering. It's a partnership. അത് നമ്മുടെ പങ്കാളിത്തമാണ്. കർത്താവിനോട് ചേർന്ന് നമുക്കുണ്ടാകുന്നതായ ഒരു പങ്കാളിത്തമാണ് അവന്റെ ഹല്ലേലൂയ ആ കട്ടപ്പാടിനോടുള്ള യോഗ്യത.
And it is a participation, a partnership that we're referring to. അവൻ കർത്താവിൻ്റെതായ കട്ടപ്പാടുകൾ പങ്കുചേരുക എന്ന് പറഞ്ഞാൽ ആ വേദനയ്ക്ക്, ആ കട്ടപ്പാടിന് എന്നിലും നിങ്ങളിലും ഒരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം സാധ്യതയുണ്ട്. And what that means is that suffering will lead us to a goal that is desired for അവൻ us. ഹല്ലേലൂയ അത് തൃത്വത്തിൽ രണ്ടാമനായിരുന്നതായ കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ ഹല്ലേലൂയ കർത്താവിന്റെ ക്രൂശ് മരണവും കട്ടപ്പാടവും എന്തിനെന്ന് ചോദിച്ചാൽ എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാനായിട്ടായിരുന്നു. And if you ask what is the purpose of his suffering on the cross, it is for you and I to be saved. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ആ ഒരു കാര്യം, ഹല്ലേലൂയ, അവിടെ പറയുന്നത് അവന്റെ കട്ട അനുഭവങ്ങളുടേതായ ഒരു കൂട്ടായ്മ എനിക്ക് അനുഭവിച്ചറിയണം എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, ഞാൻ കട്ടത അനുഭവിക്കുമ്പോൾ, ഞാൻ ദുരിതം അനുഭവിക്കുമ്പോൾ എന്നെ കർത്താവ് ശിക്ഷിക്കുകയല്ല, ഞാൻ എൻ്റെ കർത്താവിനോട് ഒരു പാർട്ട്ണർ ആയിട്ട് മാറുകയാണ്, ആ പങ്കാളിത്തം ഒന്ന് ഷെയർ ചെയ്യുകയാണ് എന്നാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. What I want to remind you is when we are going through this, it is not a punishment, but it is a partnership in the suffering. നമ്മൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഹല്ലേലൂയ, കർത്താവേ എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല എന്ന്. We can often ask, Lord, why don't you answer my prayer? എന്തിനാണ് ഞാൻ എപ്പോഴും ഈ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത്? Why am I constantly facing suffering? എപ്പോഴും എന്താണ് ഞാൻ ഇങ്ങനെയുള്ളതായ, അതായത് വളരെ വളരെ പ്രയാസകരമായ സാഹചര്യങ്ങളിലേക്ക് കടന്നു പോകേണ്ടത് എന്ന് പലപ്പോഴും നമ്മൾ ചോദിച്ചു പോകാറുണ്ട്. We may ask, why are we constantly going through obstacles? എന്നാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്, ഹല്ലേലൂയ, കർത്താവിനോട്, ഹല്ലേലൂയ, നമ്മുടെ കട്ടപ്പാടിലൂടെ നാം അതായത് അടുത്ത് വരുമ്പോൾ നാം അവിടെ കർത്താവുമായിട്ട് ഒന്ന് പങ്കുചേർന്ന്, ഹല്ലേലൂയ, കർത്താവിൻ്റെതായ ആ അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ നാം ഒന്ന് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. But here when we participate in that, we are becoming closer to the situation with God. എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, നമുക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ലായിരിക്കാം മാനുഷികമായ നിലയിൽ. എന്നാൽ അവൻ പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ പരിശോധനകളും കട്ടപ്പാടുകളും നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നാം കർത്താവിൽ നിന്ന് അകന്നു പോകുകയല്ല ചെയ്യുന്നത്, അടുത്ത് വരികയാണ് ചെയ്യുന്നത്. കർത്താവ് നിങ്ങളെ ഒന്ന് അടുപ്പിക്കുവാനായിട്ടാണ് പലപ്പോഴും കൂട്ടായ്മ ഇത് കട്ടപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. When we go through trials and suffering, it is not to distance you away from God, but it is to bring you closer so that you can walk closely with him. ഇങ്ങനെയുള്ളതായ ഒരു കൂട്ടായ്മയിലേക്ക് ഞാനും നിങ്ങളും വന്നു കഴിയുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ ബന്ധം ആഴമുള്ളതായി, കർത്താവിനോടുള്ളതായ ബന്ധം വളരെ ഡീപ്പായിട്ട് ആഴമുള്ളതായിട്ട് മാറുന്നു. And when we go through such encounters, then our relationship with God becomes deep. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഒരിക്കൽ പറയുന്നത്, നമ്മൾ വായിച്ചത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. ഹല്ലേലൂയ, അവൻ കർത്താവിനോടുള്ളതായ ആ സ്നേഹത്തിൽ നിന്ന് എന്നെ ആര് വേർപെടുത്തുമെന്ന് താൻ ചോദിക്കുന്നത് കൊണ്ട്. That is why Paul, as I spoke the other day, who can separate me from the love of God? അദ്ദേഹം പറയുന്നത് ഉയർച്ചയ്ക്കോ താഴ്ചയ്ക്കോ ഓരോ അവസ്ഥയ്ക്ക് എന്റെ കർത്താവിൻ്റെതായ സ്നേഹത്തിൽ നിന്ന്, ഹല്ലേലൂയ, വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. He says nothing, not the heights, not the depths can separate. ഇന്ന് പൽക്കാലം നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, നമുക്ക് കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ, ഹല്ലേലൂയ, കർത്താവ് തരുന്നതായ കട്ടപ്പാട് ദൈവഹിതമാണെങ്കിൽ അത് ശിരസ വഹിക്കുവാനായിട്ടുള്ളതായ കൃപ തരണമേ എന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. May we have this prayer, Lord, if you want me to walk through this, give me the grace so that I can go through it. അടുത്തതായിട്ട് നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് becoming like him in his death. ഹല്ലേലൂയ, അവന്റെ മരണത്തോട് അനുരൂപപ്പെടുക എന്നുള്ളതായ വിഷയമാണ്. And the next point is to become like him in his death. എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, ദൈവമായ കർത്താവിൻ്റെതായ കുരിശുമായിട്ടുള്ളതായ, ഹല്ലേലൂയ, ഒരു സ്പിരിച്വൽ ഐഡന്റിഫിക്കേഷൻ, ഒരു ആത്മീയ
ആത്മീയമായ താതാത്മ്യമാണ് നമുക്കവിടെ മനസ്സിലാക്കുവാൻ തക്കവിടം കഴിയുന്നത്. What we're recognizing here is an identification or similarity to the cross. ആമേൻ. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെതായ മരണത്തിൽ ഹല്ലേലൂയ അവനെ പോലെ ആകുക എന്നതിന് അർത്ഥം ഹല്ലേലൂയ നമ്മുടെ എല്ലാറ്റെയും ഹല്ലേലൂയ നമ്മുടെ അഹങ്കാരത്തെ, നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളെ, ഹല്ലേലൂയ നമ്മുടെ ലൗകിക ബന്ധങ്ങളെ സ്വമേധ ഉപേക്ഷിച്ചിട്ട് കർത്താവിനോട് ചേരുക എന്നുള്ളത്. To reject our ego, pride, selfishness, and to become one with God. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തോട് സമനായിരുന്നതായ നമ്മുടെ കർത്താവ് എന്നെ സ്നേഹിച്ച് നിങ്ങളെ സ്നേഹിച്ച് ക്രൂശെടുത്ത് എനിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ എന്തൊക്കെ സമർപ്പണം ചെയ്തു, ആ സമർപ്പണത്തോടുകൂടെ ത്യാഗത്തോടുകൂടിയാണ് എന്നെയും നിങ്ങളെയും ആ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ഇടയായത്. Even though Jesus shared the likeness with God, he humbled himself and took up the suffering for you and me. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ അറിയാതെ, നിങ്ങൾ അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് അഹങ്കാരം കടന്നു വരാൻ സാധ്യതയുണ്ട്. Sometimes without a knowledge, pride comes into our life. എന്നാൽ ഇന്ന് പൽക്കാലം ഓർപ്പിക്കട്ടെ, നമുക്ക് അഹങ്കാരമല്ല വേണ്ടുന്നത്. നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ താഴ്മയോട് ഞാൻ ഇതിനൊന്നും അർഹയല്ല എന്ന് പറഞ്ഞ് മനോസ്ഥിതിയോട്, മനോഭാവത്തോട് വേണം നാം ദൈവസന്നിധിയിലായിരിക്കാൻ. Instead of pride, we must approach God with an attitude of humility, saying, I am unworthy of anything. ആമേൻ. ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ നമുക്ക് ചെയ്യേണ്ടത്, ഹല്ലേലൂയ കർത്താവേ ഇനി ഞാൻ എന്തു ചെയ്യണം, ഹല്ലേലൂയ ദൈവവചനം അനുസരിച്ച് ഹല്ലേലൂയ ഞാൻ എന്തു ചെയ്യണമെന്നുള്ള താല്പര്യത്തോട് ചോദ്യത്തോട് കൂടെ നമ്മളായിരിക്കണം. We must come to his presence with a desire, asking God, what do you want me to do? ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മുടെ ബോസിനോട് കൂടെ ചെന്നിട്ട് ഇനി എനിത്തിങ് എൽസ് ടു ഡു എന്നുള്ളതായ നിലയിൽ നമ്മൾ, അതായത് നമ്മൾ വെറുതെ, നമ്മൾ നാടൻ രീതി ചിന്തിച്ചു കഴിഞ്ഞാൽ വെറുതെ നമ്മൾ സമയം ചെലവിട്ട് കഴിഞ്ഞാൽ ബോസിന് നമ്മളോട് ഇഷ്ടം തോന്നുകയില്ല, അല്ലേ? Yeah. Sometimes we go to a boss and what do you want me to do? What do you want me to do? And you waste his time. He may not like, she may not like it as much. അല്പം, അതായത് സമയം കിട്ടിക്കഴിയുമ്പോൾ, അതായത് ഞാൻ ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ, എനിക്ക് അല്പം സമയമുണ്ട്, ഞാൻ എന്തെങ്കിലും ചെയ്യണമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ബോസിന് വളരെ ഇഷ്ടമായിരിക്കും, സൂപ്പർവൈസർക്ക് വളരെ ഇഷ്ടമായിരിക്കും. Now if you go to your manager or your boss and say, I have some spare time, is there anything you want me to do? The person may like it. എന്ന് പറഞ്ഞതുപോലെയാണ് കർത്താവേ എനിക്ക് മറഞ്ഞു കിടക്കുന്നത് എന്തെങ്കിലും, എനിക്ക് അറിയാത്തത് എന്തെങ്കിലും, ഞാൻ മനസ്സിലാക്കാത്തത് എന്തെങ്കിലും കർത്താവേ എന്നിലുണ്ടോ, ഈ ദിവസങ്ങളിൽ കർത്താവേ എന്നെ അറിയിക്കണമേ, ഞാനത് ചെയ്യുവാൻ തക്കവണ്ണം തയ്യാറാണ് എന്നുള്ളതായ മനോഭാവത്തിൽ നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം പ്രസാദിക്കും. അത് മാത്രമല്ല, എനിക്കും നിങ്ങൾക്കും ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ തക്കവണ്ണം കഴിയും. If you are able to go to God and say, God, is there anything you want me to do, and have that willingness to do that, he will bless you. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ആ വളർച്ചയെ, ആത്മീയമായ നമ്മുടെ കർത്താവിനോടുള്ള അടുപ്പത്തെ അതായത് എതിർക്കുന്ന ഏതെങ്കിലും വിധത്തിലുള്ളതായ സ്വാർത്ഥ ശക്തികളോ ഏതെങ്കിലും ലൗകികമായ കാര്യങ്ങളോ എന്നിലോ നിങ്ങളിലോ ഉണ്ടെങ്കിൽ അതിനെ മൊത്തമായി തച്ചുടയ്ക്കുക, ഇല്ലാതാക്കുക എന്നതാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഓർമ്മിപ്പിക്കുന്നത്. What Paul is reminding here is that we are aware of anything that is separating us from God, and we are recognize and move it out of our life. നമ്മുടെ കർത്താവ് ക്രൂശ് എടുത്തുകൊണ്ട് ഹല്ലേലൂയ മലമുകളിൽ കയറി തന്റെ ജീവിതം നമുക്ക് വേണ്ടി അർപ്പിച്ചു തന്നു. Jesus took up the cross and bore for us all our sins. ഇവിടെ പറയപ്പെടുന്നത് ശാരീരികമായ ഒരു മരണമല്ല, നമ്മുടെ മനസ്സുകൊണ്ട് ആത്മീയമായ ഒരു മരണത്തിലേക്ക് മരിപ്പിക്കേണ്ടത്. മരിപ്പിച്ചു കഴിഞ്ഞാൽ നാം ക്രിസ്തുവിൻ്റെതായ ആ ക്രൂശ് മരണത്തോട് നാം ഒന്ന് താതാത്മ്യം പ്രാപിക്കുകയാണ്. Here we're not talking about physical death, but putting to death our selfish desires and identifying with Christ. അപ്പോൾ നമ്മൾ ദൈനംദിനം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം ചെയ്യേണ്ടത് ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ നമുക്ക് നമ്മുടെ പാപത്തോട്, നമ്മുടെ അഹങ്കാരത്തോട് എല്ലാം ബൈ ബൈ പറഞ്ഞു
പറഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ സമർപ്പിച്ച് ക്രൂശ് എടുത്തുകൊണ്ട് അവനെ അനുഗമിക്കുവാൻ കർത്താവേ സഹായിക്കണമേ എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം How കഴിയും? many of us this morning can say bye to your worldly desires and instead take up the cross and follow Christ? Amen. A life yielded fully to God's will എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുവിൻ്റെതായ ആ ഹിതത്തിന് മൊത്തമായി നമ്മെ ഏൽപ്പിക്കുന്നതായ ഒരു ജീവിത ശൈലി എനിക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. We must have a worldly life that is yielded fully to God's will. ആമേൻ. അടുത്തതായി അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് 5-ാമത്തെ പോയിന്റിലൂടെ ഉദ്ദേശിപ്പിക്കുന്നത് എ ഹോപ്പ് ഓഫ് ദ റിസറക്ഷൻ, പുനരുത്ഥാനത്തിൻ്റെതായ പ്രത്യാശ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. And for the fifth point that Paul reminds us is that we need to have the hope of the resurrection. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയ. 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിച്ചോ, ഇങ്ങനെ വല്ലവിധരെയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. Amen. Philippians chapter 3 verse 11. And 3 verse 11 we read this, and so somehow to attain to the resurrection from the dead. ആമേൻ. ഹല്ലേലൂയ. അവിടെ അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ വല്ലവനെയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ പൂർണ്ണ ഹൃദയത്തോട് എന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു എന്നാണ്. He is saying, I consider everything futile because I want to somehow attain the resurrection from dead. ആമേൻ. അതാണ് ദൈവമേ, നാം ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ എല്ലാവരുടെയും പ്രത്യാശ ഇത് തന്നെയാണ്. This is what everyone's desire is. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കർത്താവിന്റെ വരവിനെ കുറിച്ചാണ് പറയുവാൻ തക്കവണ്ണമിടയായി. Last week we spoke about the second coming of Jesus. പൗലോസ് ഇപ്പോൾ ഇവിടെ പറയുന്നത് ഇത് തന്നെയാണ്. പൗലോസ് സംശയം കൂടാതെ പറയുകയാണ്, ഹല്ലേലൂയ, എനിക്ക് എൻ്റെ കർത്താവിൻ്റെതായ വരവിൽ, ഹല്ലേലൂയ, എൻ്റെ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടണമെന്നുള്ളതാണ്. Now Paul is saying here without any doubt that when he comes again I must be taken up with him. ഹല്ലേലൂയ. ഇവിടെ കടന്നു വന്നിരിക്കുന്നതായി നമ്മുടെ എല്ലാവരുടെയും പ്രത്യാശ അത് തന്നെയാണ്. നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രത്യാശ ഈ ദിവസങ്ങളിൽ കർത്താവ് വരും. ആ സമയത്ത് എനിക്ക് നിങ്ങൾക്കും ഒരു വ്യക്തിക്ക് പോലും കൈവിടപ്പെടാതെ കർത്താവിനോട് കൂടെ ആയിരിക്കണം എന്നുള്ളതാണ്. This is the desire that we all have, that when he comes none of us should be lost but we should all be taken up. അതാണ് ഒരു വിശ്വാസിയുടേതായി എപ്പോഴത്തെയും പ്രത്യാശ എന്ന് പറയപ്പെടുന്നത്. That is the desire of every believer. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് മരണത്തെ പരാജയപ്പെടുത്തി. He defeated death. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൻ്റെതായ ശരീരം രൂപാന്തരപ്പെട്ടു. His body was transformed. നമ്മുടെ കർത്താവിൻ്റെതായ ജീവിതം, ഹല്ലേലൂയ, നിത്യമായ ജീവനാൽ, ഹല്ലേലൂയ, അലങ്കരിക്കപ്പെട്ടു. He was decorated with eternal life. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമേ, നമ്മുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവിന്റെ വരവിൽ നാം ജീവനോടിരിക്കുകയാണെങ്കിൽ അന്ന് ആ ജീവനോടിരിക്കുന്നവരെ കുറിച്ച് പറയുന്നത് നാം എല്ലാവരും, ഹല്ലേലൂയ, കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. This is what is written, that at his coming, if you are alive, at the sound of the trumpet, we will all be taken up with him. നമ്മൾ കർത്താവിൻ്റെതായ വരവിൽ, ഹല്ലേലൂയ, അന്ന് മരിച്ചവരാണെങ്കിൽ മരിച്ചവരെല്ലാവരും ആ ശബ്ദത്തിൽ, ഹല്ലേലൂയ, കല്ലറ തുറന്ന് അവർ ഉയർത്തെഴുന്നേറ്റ് വരും, രൂപാന്തരം പ്രാപിക്കും. Or if you are dead, it is written that you will break the tombs, your bodies will be transformed. ഈ ഒരു ഭയങ്കരമായ ആഴത്തിലുള്ളതായ ആഗ്രഹമാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വിളിച്ചറിയിക്കുന്നത്. It is this deep desire that Paul is talking about. ആമേൻ. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, നമ്മള് ഈ ലോക ജീവിതത്തിലെ നൈമേഷികമായ സുഖങ്ങളുടെ പുറകെ പോയിട്ട്, ആകർഷങ്ങളുടെ പുറകെ പോയിട്ട് നമ്മുടെ നിത്യത ഒരിക്കലും നഷ്ടപ്പെടുത്തുവാൻ ഇടയാകരുത്. May we not pursue the ephemeral and lose the eternity.
ഹല്ലേലൂയ. ഇന്നത്തെ നമ്മുടെ പോരാട്ടങ്ങളെല്ലാം താൽക്കാലികമാണ്. All our challenges are short. ആമേൻ. ഇന്നത്തെ നമ്മുടേതായ വിഷമങ്ങളെല്ലാം ഒരു നിശ്ചിത കാലയളവിലേക്ക് മാത്രമേ ഉള്ളൂ. All our troubles are only for a short period. ആമേൻ. ഇന്ന് നമ്മെ ഭാരപ്പെടുത്തുന്ന ഭാരങ്ങളെല്ലാം ഇവിടെ നമ്മൾ ഒഴിച്ചിട്ട് അത് കളഞ്ഞിട്ട് പോകേണ്ടവരാണ്. All the burdens we carry, we need to leave it here and go. ദൈവജനമേ, ഇത് വൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ. ഹല്ലേലൂയ. ഈ രാജ്യത്തെ നാം എന്നേക്കുമായി, ലോകത്തെ നാം എന്നേക്കുമായി ഉപേക്ഷിച്ചിട്ട് പോകേണ്ടവരാണ്. We have to leave everything behind one day and go. ഇന്ന് വൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ പ്രത്യാശ ദിവസങ്ങൾ ഒന്ന് വർദ്ധിക്കട്ടെ. Let our hope grow these days. അവൻ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത് പോലെ, ദൈവമേ എനിക്ക് അങ്ങയെ ഒന്ന് അറിയണം. Like Paul said, say, I want to know you, Lord. അവൻ എന്റെ കർത്താവിന്റെ മരണത്തോട് എനിക്കൊന്ന് അനുരൂപപ്പെടണം. I want to identify with your death. കർത്താവെ, അവിടുത്തെ പുനരുത്ഥാനത്തിന്റെ ആ ശക്തി എനിക്കൊന്ന് അറിയണം. I want to experience the power of the resurrection. അവൻ എന്റെ കർത്താവ്, എന്റെ നിത്യത എനിക്ക് അങ്ങയോട് ചെലവഴിക്കണമെന്ന് എത്ര പേർ ആഗ്രഹിക്കും? How many desire that I want to spend my eternity with God? ആമേൻ. ഇന്ന് വൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നുവന്ന് ആമേൻ ആരാധിക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, അതായിരിക്കട്ടെ നമ്മുടെ ആഴത്തിലുള്ളതായ ആഗ്രഹം. Let all of us have this deep desire. ഹല്ലേലൂയ. കർത്താവ് ഈ ആഗ്രഹം കൊണ്ട് നമ്മൾ നടക്കുകയാണെങ്കിൽ ദൈവവചനം പറയുന്നത് ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവം. എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? How many of you believe that He is a God who will fulfill your desires? അവൻ നമുക്ക് ഇടത്തും വലത്തിയിരിക്കുന്നവരെ നമ്മൾ അതായത് നോക്കേണ്ട, അവരെ നമുക്ക് ജഡ്ജ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമുക്കറിയാവുന്നതായ പുറത്തുള്ളവരെ നമുക്ക് ജഡ്ജ് ചെയ്യേണ്ട, നമുക്ക് നമ്മെ തന്നെ ഒന്ന് ജഡ്ജ് ചെയ്തിട്ട്, കർത്താവേ, ഈ ദിവസങ്ങളിൽ അങ്ങ് ആഗ്രഹിക്കുന്ന നിലയിൽ അങ്ങേക്ക് പ്രസാദമുള്ളതായ ജീവിതം നയിക്കുവാൻ കർത്താവേ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാമോ? We should not be judging others, but let us look ourselves and examine ourselves and say, God, allow me to lead a life that is pleasing to you. ആമേൻ. കർത്താവിൻ്റെതായ കൃപ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു കഴിയുമ്പോൾ ഇന്നത്തെ നമ്മുടെ കഷ്ടപ്പാടുകളും ഇന്നത്തെ നമ്മുടേതായ ദുരിതങ്ങളും ഒന്നും സാരമില്ല എന്ന് പറഞ്ഞ്, ഹല്ലേലൂയ, അക്കരെ നാട് നോക്കിക്കൊണ്ട്, വിശ്വാസത്തിൻ്റെതായനെ നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം നയിക്കുവാൻ കർത്താവ് സഹായിക്കും. May God bless us and strengthen us to pursue our journey to the other side, other shores. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ളതായ സമയം നമുക്ക് ഇംഗ്ലീഷ് പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. Now the time for worship, English worship.